ഇടിച്ചങ്ങോട്ട് കയറണം. എന്നാലേ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കൂ. പിന്നെ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ടല്ലോ. അതെ, ഞാനൊരല്പം താമസിച്ചു പോയി, സോറി. അളിയ ആന്നല്ല, ശ്രീലക്ഷ്മി അനന്തംപിള്ളയുടെ പാർട്ടി ചേർന്നു. എന്ത് പാർട്ടിയിൽ ചേർന്നു? അവള് ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. അനന്തംപിള്ളയുടെ അടുത്ത് വന്ന് സീറ്റും ചോദിച്ചു. എന്നിട്ട് അയാൾ സീറ്റ് കൊടുത്താ? അയാളെ കൊടുക്കുമല്ലോ. നമ്മളിൽ നിന്ന് ഒരാളെ കിട്ടുന്നത് അയാൾക്ക് ലോട്ടറി അല്ലേ? പ്രിയേ, നീ ആ രുക്മിണി അടിക്കണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രശ്നമല്ലേ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. പിന്നെ വീട്ടിൽ കയറി മര്യാദ കേട് കാണിച്ചവരെ വെറുതെ വിടണമായിരുന്നോ? പ്രിയേച്ചി ചെയ്തത് 100% കറക്റ്റാ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോ കാളിക്കും കൂളിക്കും ഏത് ഊളയ്ക്കും കയറി മത്സരിക്കാം. എന്താ നിങ്ങൾ മത്സരിക്കാൻ ഉദ്ദേശിക്കണ്ട? എന്താ ഞാൻ ഞാൻ മത്സരിക്കും, ജയിക്കും. പിന്നെ ഒരു മുന്നണി എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കും. ആർക്ക് കൊടുത്തില്ലെങ്കിലും വർമ്മ സാർ എനിക്കൊരു സീറ്റ് തരും. ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ എന്റെ ബോസ് മുഹമ്മദ് അൽ മൻസൂരിയെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഈ അമ്മിണിയോടാ കളി. ഒത്തിരി കാശിറക്കേണ്ടി വരും. ഇത് ലോട്ടറി അടിക്കും പോലെ അല്ലേ ഹരീഷേ? ജയിച്ച് ഞാൻ MLA ആയോ ഇതൊക്കെ തിരിച്ചു പിടിക്കാലോ. ആ, കണ്ടറിയാം നമുക്ക്. ദാ നിന്റെ ആങ്ങളെയും ഭാര്യയും വരുന്നുണ്ട്. എന്താ? നിന്നോടും ഹരീഷിനോടും മാത്രമായിട്ട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളോട് മാത്രം. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഇത് നമ്മുടെ കുടുംബ പ്രശ്നം. നമ്മുടെ കുടുംബോ? അങ്ങനൊരു കുടുംബം ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നും അല്ല. ആയിരുന്നു, ഇപ്പൊ അല്ല. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വരരുത്. ശ്രീ മറക്കാൻ ശ്രമിക്കുന്നത് എന്താ? ശ്രീയോട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവൾക്കാണോ എന്നോട് സംസാരിക്കാനുള്ളത്? ശ്രീ, നീയും ഹരീഷും കൂടി എന്തിനാ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന? ആ, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതിന് ഒരു കാരണവുമില്ല, ഒരു ന്യായവുമില്ല. അത് ശരി, ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാര് ഞങ്ങളായല്ലേ? ഞാനിനി ഓരോന്നായിട്ട് മാന്തിക്കറി എടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണോ? ഹരീഷേ, എന്തൊക്കെ പറഞ്ഞാലും എത്ര പിണക്കങ്ങൾ ഉണ്ടായാലും നിങ്ങളും ഞങ്ങളും ഒരു കുടുംബമാ. ഇവൾ എന്റെ പെങ്ങളാണ്. ഞാൻ പെങ്ങളാണെന്നും മകളാണെന്നും അനിയത്തിയാണെന്നും ആ വീട്ടിലുള്ള ആർക്കും ഒരു വിചാരമില്ല. അതാണല്ലോ എല്ലാവരും എന്നോട് ഒരു ശത്രുവിനെ പോലെ പെരുമാറിയത്. ഇതെല്ലാം ശ്രീയുടെയും ഹരീഷിന്റെയും തെറ്റായ ധാരണകളാ. അതെ, പുതിയ വല്ല കോംപ്രമൈസിനും വന്നതാണെങ്കിൽ നിങ്ങൾക്ക് വന്നതുപോലെ തിരികെ പോവാം. ഞങ്ങൾ കോംപ്രമൈസ് ഒന്നും സ്വീകരിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ തിരികെ പൊക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ വേദനിക്കാനും കൂടെ നിൽക്കാനും ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് പറയാ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അതിന് വേഗം പറയണം. മറ്റൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ശത്രുക്കളുടെ കൈകളിൽ ചെന്ന് വീഴരുത്. നിങ്ങൾ ആനന്ദംപിള്ളയുടെ വീട്ടില് സീറ്റ് ചോദിച്ചു ചെന്നോന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ അതാണ് പ്രശ്നം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ഇവിടെ തീ പിടിച്ചു. തീ പിടിക്കണം, അതിന് തന്നെയാ പോയത്. അയാൾ എനിക്ക് സീറ്റ് തരും, ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. എക്കാലവും അയാള് നമ്മുടെ കുടുംബത്തിന്റെ ശത്രുവാ. അയാള് പ്രതാപവർമ്മയുടെ നിങ്ങളുടെ ശത്രു ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ശത്രു അല്ല. ശ്രീ, മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര നക്കി കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ അച്ഛൻ നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ആനന്ദപിള്ള ഒരു ചെന്നായ. അയാള് വർമ്മ സാറിന്റെയും നമ്മുടെയും ശത്രുവാ. പ്രതാപവർമ്മയും സൂര്യമംഗലം കൊട്ടാരവും ഒക്കെ ചേർന്നുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ഞങ്ങളില്ല. ഞങ്ങളെയൊട്ട് ചേർക്കുകയും വേണ്ട. ഇലക്ഷന് ഇവള് പിന്മാറണോന്ന് പറയാനാണ് വന്നതെങ്കിൽ അത് നടക്കില്ല. കാരണം ഇവളുടെ ആ തീരുമാനം അതെന്റെയും കൂടെയാ. നിങ്ങളെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഈ ശ്രീലക്ഷ്മി പാഴാക്കില്ല. നീ ഞങ്ങളെ വെല്ലുവിളിച്ച് മത്സരിക്ക്. ആനന്ദംപിള്ള ഒരിക്കൽ വാരിക്കുഴിയിൽ വീണ് പിടയുമ്പോ
നീ ഞങ്ങളെ ഓർക്കും. പക്ഷേ അന്ന് കൈകാലിട്ടടിച്ച് വിളിച്ച ആ വിളി കേൾക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഞാൻ നിന്റെ നിലവിളി കേട്ടാ ഓടി വരും. കാരണം എന്റെ കൂടപ്പിറപ്പുകളെല്ലാം എന്റെ ഹൃദയത്തിലുള്ളവരാ. മറുതു, അനന്തംപിള്ളയുടെ മുന്നണിക്കെതിരെ നമുക്ക് ആഞ്ഞടിക്കാനുള്ള ഒത്തിരി മാറ്ററുകൾ ഇങ്ങനെ കിടക്കുകയല്ലേ? യെസ്. നമ്പർ 1, കോടികൾ കൊടുത്ത് MLA-മാർ ചാക്കിട്ട് പിടിച്ച വിഷയം തന്നെ. അതായിരിക്കണം നമ്മൾ അവർക്കെതിരെ ഉയർത്തുന്ന പ്രധാനമായ ആരോപണം. ഇലക്ഷൻ വിഷയം തന്നെ അതായിരിക്കണം. ഇലക്ഷൻ ചർച്ചയാ? നേരാങ്ങളെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇടിച്ചങ്ങോട്ട് കയറണം, എന്നാലേ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കൂ. പിന്നെ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ടല്ലോ. അതെ, ഞാനൊരല്പം താമസിച്ചു പോയി, സോറി. ഇലക്ഷൻ്റെതായ തന്ത്രം കൊണ്ട് അത് നമ്മളും ആവിഷ്കരിച്ചേ പറ്റൂ. PR വർക്കേ ശരിക്കും വേണം. ഓൺലൈൻ മീഡിയയിലൂടെ കത്തി കയറണം. എന്ത് PR വർക്കായാലും മറ്റുള്ളവരെ അപമാനിച്ചുള്ള ഒരു ഏർപ്പാടും പറ്റില്ല. അതെ അതെ, നമ്മുടെ പ്രസ്ഥാനത്തിനൊരു കൾച്ചറുണ്ട്, ഒരു അന്തസ്സുണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് വിട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട. യെസ്, 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് നാണം കെട്ട പണിയും അവർ കാണിക്കും. അതവര് കാണിച്ചോട്ടെ, നമുക്കത്തരം പരിപാടിയേ വേണ്ട. അല്ല, രാജവൃത്തിക്ക് എവിടെ പോയി ഓർമ്മ സാറേ? അവര് രാജുവിന്റെ വീട് വരെ പോയിരിക്കുക, ഇപ്പൊ വരും. ഇത്തരം പരിപാടികൾക്കെല്ലാം അവരുടെ സാന്നിധ്യം കൂടെ വേണം. മോളൊരു ജീനിയസ് ആണ്, പിന്നെ നല്ല രാഷ്ട്രീയ ഭാവിയുള്ള കുട്ടിയാ. ഋതിക്ക് എന്തായാലും പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പാർട്ടിയുടെ ഭാവി പ്രതീക്ഷയാണ് ഋതുമോള്. ഈ പ്രസ്ഥാനം ആ കുട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അവള് രാഷ്ട്രീയത്തിലേക്ക് വരണോ വേണ്ടെന്നുള്ളത് അവള് തീരുമാനിക്കട്ടെ. നമ്മൾ എല്ലാരും കൂടി നിർബന്ധിച്ച് ആ കുട്ടിയെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം. PR വർക്കുകൾ നടത്താനേ എല്ലാ പ്രധാന കമ്മിറ്റികളിലും ശക്തമായൊരു ഗ്യാങ്ങിനെ വെക്കണം. അതിന്റെ സംസ്ഥാന നേതാവായി നമുക്ക് ദീപകിനെ പോസ്റ്റ് ചെയ്യാം. ചേച്ചിക്ക് ഒന്ന് ഒരു കാര്യം പറയാനുണ്ട്. ഈ അമ്പയെ ഇടിച്ചിടിച്ച് കയറുകയാണല്ലോ. ഇവർക്ക് പാർട്ടി പദവികൾ എന്തെങ്കിലും കൊടുത്താ പാർട്ടി തന്നെ പൊളിയും. ആനന്ദംപിള്ളയേക്കാളും ഫ്രോഡുകളാ ഇവരമ്മയും മോനും. പക്ഷേ വർമ്മ സാറിന് ഇതൊരു വലിയ ദൗർബല്യമാ. അത് നമുക്ക് പതുക്കെ മയത്തിൽ സംസാരിച്ച് ശരിയാക്കാം. ഞാൻ എന്തെങ്കിലും പറയാം. ചേച്ചി, ഞാൻ പറയുന്നത് കൊണ്ട് ചേച്ചിക്ക് വിഷമം തോന്നരുത്. പറയാതിരിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാ.